എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പെട്രോൾ ടാങ്ക് എല്ലാവരും വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ നിർത്തും. നമ്മളെപ്പോഴും പെട്രോൾ പമ്പിലേക്ക് കയറുമ്പോൾ നമുക്കുള്ളൊരു ഡൗട്ടാണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നമ്മുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് ഇരിക്കുന്നത്? എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതെങ്ങനെയെന്ന് നോക്കാം. എങ്ങനെയത് തിരിച്ചറിയാം? വളരെ സിമ്പിളാണ്. നമ്മുടെ മീറ്റർ പാനലിൽ പെട്രോളിൻ്റെ ഒരു പമ്പിൻ്റെ ഒരു സിഗ്നൽ ഉണ്ടാവും, ഒരു പെട്രോൾ സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലിൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് നോക്കിയാൽ നമുക്ക് ആ സിഗ്നലിൻ്റെ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ട്, ഈ സിഗ്നലിൻ്റെ ലെഫ്റ്റിലാണ് ആരോ മാർക്കെങ്കിൽ ലെഫ്റ്റ് സൈഡിലും, റൈറ്റിലാണ് ആരോ മാർക്കെങ്കിൽ റൈറ്റ് സൈഡിലും ആയിരിക്കും ഈ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും അതിൻ്റെ ക്യാപ്പ് ഇരിക്കുന്നത്, നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും സംശയം ഇനി ആവശ്യമില്ല. നമ്മൾ പെട്രോള് ഫില്ല് ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീറ്റർ പാനലിലേക്ക് നോക്കുക, ലെഫ്റ്റിലേക്ക് ആരോ മാർക്കെങ്കിൽ ലെഫ്റ്റിലും, റൈറ്റിലേക്ക് ആരോ മാർക്കെങ്കിൽ റൈറ്റിലും ആയിരിക്കും പെട്രോൾ ടാങ്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നിർത്തും. അപ്പം പെട്രോൾ അടിക്കുന്ന ആൾ വന്നിട്ട് പറയും, സാറേ ഇത് ഇവിടെയല്ല, അപ്പുറത്തേക്ക് നിർത്താമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് ആണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പെട്രോൾ പമ്പ് കയറുമ്പോൾ നമ്മൾ സ്ഥിരമായി ഒരു വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റിലാണ് അല്ലെങ്കിൽ റൈറ്റിലാണെന്ന് അറിയാം. പക്ഷേ നമ്മൾ ചിലപ്പം വേറെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇറങ്ങി നോക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ നോക്കുക, മീറ്റർ പാനലിൽ നോക്കുക, പെട്രോൾ പമ്പിൻ്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ആരോ മാർക്ക് നോക്കുക. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ആരോ മാർക്ക് ഏത് സൈഡാണ് നോക്കുക. ആരോ മാർക്ക് നോക്കിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ ഈസി ആയിട്ട് നമുക്ക് നിർത്തി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പെട്രോൾ പമ്പിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ പുകവലിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പുകവലിക്കരുത്. അതുപോലെ തന്നെ വാഹനം ഓഫ് ചെയ്യുക. വാഹനം ഓഫ് ചെയ്തിട്ട് ശേഷം പെട്രോൾ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പല രാജ്യങ്ങളിലും പല ടെമ്പറേച്ചർ കൂടിയ സമയങ്ങളിലും ഒക്കെ നമ്മൾ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ പെട്രോൾ അടിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണത്. നമ്മളെപ്പോഴും വാഹനം ഓഫ് ചെയ്തതിന് ശേഷം പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ അനാവശ്യമായ സ്പീഡിൽ വാഹനങ്ങൾ കയറ്റാതിരിക്കുക. അതുപോലെ തന്നെ പെട്രോൾ അടിച്ചതിന് ശേഷം ക്യാപ്പ് പൂർണ്ണമായി അടച്ച് അതിൻ്റെ ഫ്യൂൽ ലിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പ് അത് പൂർണ്ണമായി അടച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി. അപ്പോൾ ഈ സംശയം നിങ്ങൾക്ക് തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്രോൾ ലിഡ് അല്ലാതെ പെട്രോൾ ടാങ്ക് ഏത് സൈഡിലാണ് നമുക്ക് മനസ്സിലാക്കുക വളരെ എളുപ്പത്തിൽ മീറ്റർ പാനൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.